മണ്ണിൻ്റെ pH നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കിയ നെൽ ഞാറ്റാടി വാഴയുടെ അവശിഷ്ടങ്ങളെല്ലാം മണ്ണിൽ കൊത്തിച്ചേർത്ത് റൊട്ടവേറ്റർ ഉപയോഗിച്ച് മണ്ണ് പാകപ്പെടുത്തിയതിന് ശേഷം തയ്യാറാക്കിയ മൂപ്പ് കുറഞ്ഞ നെൽ ഞാറ്റാടി മാൻ പവർ ഉപയോഗിച്ചോ ട്രാൻസ്പ്ലാന്റർ ഉപയോഗിച്ചോ നടാം. നട്ട് കഴിഞ്ഞാൽ നവംബർ മാസത്തിന് മുമ്പായിട്ട് വിളവെടുക്കാം. അപ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾക്ക് 5 പച്ചക്കറി, 1 വാഴ, 1 ഇടവിള, 1 നെല്ല്, ഇത്ര വിളവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഈ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഈ സൈക്കിൾ തുടർന്നുകൊണ്ട് പോകാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ എല്ലാ മണ്ണിലേക്ക് നമുക്ക് ലയിപ്പിക്കാൻ പറ്റുന്നു. മണ്ണിൻ്റെ ഘടന വീണ്ടും ഇതാവുന്നു. നെൽകൃഷി അവസാനം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാബിലേക്ക് കൊണ്ടുപോകേണ്ട pH മീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇത്രയും വിളകൾ നമ്മളിങ്ങനെ തുടർച്ചയായി കൃഷി ചെയ്യുമ്പോൾ മണ്ണിൻ്റെ വളപ്രയോഗ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഓരോ കാലയളവ് കഴിയുമ്പോഴും ഓരോ ഇനങ്ങൾ മാറി മാറി വരുമ്പോൾ അതിൻ്റെ വളം പ്രയോഗിക്കുന്ന രീതിയെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ നവംബറിൽ കൃഷി ആരംഭിച്ചപ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്ത് മണ്ണിൽ വേണ്ടത്ര വളം നമ്മൾ ചേർത്തു. വെള്ളരി കൃഷി ചെയ്തു. അപ്പോൾ വെള്ളരി അതിൻ്റെ മാക്സിമം വളം സ്വീകരിച്ചു. പിന്നെ കുറച്ച് വളം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. 2ാം വിളയായ പയർ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്, പയറിനെ സംബന്ധിച്ചിടത്തോളം അധികം വളത്തിൻ്റെ ആവശ്യമില്ല. അവൻ അന്തരീക്ഷത്തിലെ ഊർജ്ജം സ്വീകരിച്ച് മണ്ണിനെ ഫലപുഷ്ടമാക്കുന്നു. അതുപോലെ തന്നെ അതിന് വേറെ കൂടുതൽ വളങ്ങളുടെ ആവശ്യമില്ല. അത് വളം പോരായ്മ തോന്നുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പിലൂടെ ഫെർട്ടിഗേഷൻ യൂണിറ്റിൻ്റെ ഡ്രിപ്പ് സിസ്റ്റത്തിൽ ആ ഫെർട്ടിഗേഷൻ യൂണിറ്റിലൂടെ വളം വിടാം. 3ാം വിള ചെയ്ത് നമ്മൾ വെണ്ടയാണ്. വെണ്ടയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വെണ്ട ഒരു പെരും വയറിനാണ്. അവൻ എന്തോരം തിന്നാലും മതിയാവില്ല. പക്ഷേ എത്ര തീറ്റ നമ്മൾ കൊടുത്തോ അത്ര അവൻ നമുക്ക് പ്രതിഫലം തരും. വെണ്ടയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 15 ദിവസം 1.5 വിട്ട ദിവസങ്ങളിലും 15 ദിവസം കഴിഞ്ഞാൽ 40 ദിവസം വരേക്കും എല്ലാ ദിവസവും വെണ്ടയുടെ വളമെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെണ്ടയ്ക്ക് എന്തോരം വളം കൊടുത്താലും പ്രശ്നമില്ല. ഇപ്പം മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വളം കൊടുക്കും, ഖരരൂപത്തിലുള്ള ജൈവവളം എങ്ങനെ കൊടുക്കുന്നൊരു ചോദ്യം വരാം. അതിനെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ഷീറ്റ് പൊക്കുക. അതായത് തെക്ക് വശത്ത് നമ്മൾ പല കൃഷികളും ചെയ്തിട്ടുണ്ട്, വടക്ക് വശത്ത് നമ്മൾ വേറെ കൃഷികളും ചെയ്തിട്ടില്ല. വടക്ക് വശത്ത് നിന്ന് ഷീറ്റ് പൊക്കിയതിന് ശേഷം ഒരാൾ അർബാനയിൽ ഖരരൂപത്തിലുള്ള ജൈവവളം കൊണ്ടുവരാം, മറ്റൊരാൾ പ്ലേറ്റ് ഉപയോഗിച്ച് പൊക്കിയ ഷീറ്റിനടിയിലേക്ക് എറിയുക. എറിഞ്ഞു കഴിഞ്ഞ് ഷീറ്റിനെ സ്വസ്ഥാനത്തേക്ക് പഴയ സ്ഥിതിയിൽ കൊണ്ടുവന്ന് മണ്ണ് ഷീറ്റിൻ്റെ മുകളിലിടുക. ഈ വളം സ്വീകരിക്കുന്നതായ വൈറ്റ് റൂട്ടുകൾ എല്ലാം തന്നെ ഷീറ്റിനടിയിൽ മണ്ണിൻ്റെ മുകളിലായിരിക്കും. നമ്മൾ കൊടുക്കുന്നതായ വളം അധികം വൈകാതെ തന്നെ ഒരു പട്ടിക്ക് നമ്മൾ ഇറച്ചി കഷ്ണം കൊടുത്താൽ ഏത് രീതിയിൽ പട്ടി ചാടി പിടിക്കോ അതേ രീതിയിൽ ചെടികൾ ആ വളം പെട്ടെന്ന് സ്വീകരിക്കും. വെള്ളം കണ്ട നോക്കിയേ ഈ ഭാഗം, പക്ഷേ ഇത് ശരിക്കും മുകളിൽ വരും. പക്ഷെ ഇപ്പോൾ ചെറിയ ചെടി ആയതുകൊണ്ട് ശരി മുകളിലേക്ക് എത്തിയിട്ടില്ല. കണ്ട ഇത് മണ്ണ് നോക്കി ഇതുപോലെ കണ്ട, ഏത് മണ്ണ് നോക്കിക്കൊണ്ട ഇതേപോലെയാണ്. അപ്പോൾ 3ാം വിളയ്ക്ക് അങ്ങനെ രീതിയിൽ വളം കൊടുത്തു. പിന്നെ 4ാം വിള ചെയ്തിരിക്കുന്നത് നമ്മൾ പയറാണ്. പയറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആവശ്യമില്ല. പോരായ്മയുള്ള വളങ്ങൾ നമുക്ക് ഫെർട്ടിഗേഷൻ യൂണിറ്റിലൂടെ വളം കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്ത വിള ചെയ്ത് കുമ്പളമാണ്. കുമ്പളത്തിനെ സംബന്ധിച്ചിടത്തോളം കുമ്പളത്തിനും ഈ പറഞ്ഞ ഒരുപാട് വളം വേണം. അതിനും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഷീറ്റ് പൊക്കി ഖരരൂപത്തിലുള്ള ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം. അതായത് ഞങ്ങൾ ജൈവവളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാസവള പ്രയോഗം വളരെ ചെറിയ രീതിയിൽ മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുമ്പളത്തിനും ഈ രീതിയിൽ നമുക്ക് വളം കൊടുക്കാം. പിന്നെ പോയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വാഴയാണ്. വാഴയ്ക്ക് ഇവരുടെ എല്ലാ അവശിഷ്ടങ്ങൾ, ഈ കുമ്പളത്തിൻ്റെ അവശിഷ്ടങ്ങൾ, പയറിൻ്റെ അവശിഷ്ടങ്ങൾ, പിന്നെ വെണ്ടയുടെ അവശിഷ്ടങ്ങൾ അതെല്ലാം കടക്കി ചേർത്ത് പിന്നെ വാഴയുടെ കടയ്ക്ക് വീണ്ടും നമ്മൾ ഖരരൂപത്തിലുള്ള ജൈവവളം ഇടുന്നു. അപ്പം ഈ രീതിയിലാണ് വളപ്രയോഗം. കൃഷിയിടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം എല്ലാ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ കടക്കിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടല്ലോ. അത് കൃത്യമായിട്ട് വളവും എല്ലാ വെള്ളവും അതിൻ്റെ നനയ്ക്ക് എല്ലാം കൃത്യമായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് അത് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാം. എന്ത് ഷീറ്റാണ് ഉപയോഗിക്കുന്നതെന്നും അതെങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നൊന്ന് പറയാം. അതായത് നമ്മൾ ബെഡ് ഉണ്ടാക്കി ബെഡിൻ്റെ മുകളിൽ ഡ്രിപ്പ് ലൈൻ, അത് വെള്ളത്തിനുള്ള തുള്ളി നനയ്ക്കുള്ള പൈപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിക്കുന്നു. ആ ഷീറ്റിനെ പറയുന്നതാണ് മൾച്ചിങ് ഷീറ്റ്. 30 മൈക്രോൺ വരെ കട്ടിയുള്ള ഷീറ്റാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടൂ. ആ രീതിയിലുള്ള ഷീറ്റ് വിരിക്കുന്നു. ഷീറ്റിൻ്റെ വീതി 120 സെൻറ്റിമീറ്ററാണ്. ലെങ്ത്ത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് നീട്ടി കൊണ്ടുപോകാം. ഈ ഷീറ്റ് വിരിച്ചതിന് ശേഷം ഷീറ്റിൻ്റെ 2 സൈഡിലും വേണ്ടത്ര മണ്ണ് പിടിപ്പിക്കണം. അല്ലെങ്കിൽ ഷീറ്റ് പറന്നു പോകും. പറന്നു പോയാൽ ചെടി നശിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടത്ര മണ്ണ്, പ്രത്യേകിച്ച് മണ്ണ് പറക്കാത്ത രീതിയിൽ ഷീറ്റിനെ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഈ മൾട്ടി ഷീറ്റ് ഉപയോഗിക്കുന്നതിനുള്ള മെച്ചം ഒന്ന്, ഈ ഷീറ്റിൻ്റെ ഒരു സൈഡ് ബ്ലാക്കും മറ്റു സൈഡ് സിൽവറാണ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഷീറ്റിൽ പതിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോവാണ്.
അപ്പോൾ അതുകൊണ്ട് മണ്ണിൽ ചൂടുണ്ടാവണില്ല. അപ്പോൾ മണ്ണിൽ ചൂടില്ലാത്തതുകൊണ്ട് ബാഷ്പീകരണം കുറയുന്നു. അതുപോലെ പുല്ല് വരുന്നില്ല. ഇപ്പം ഒരു മനുഷ്യൻ്റെ വയറ്റിൽ വര വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഊർജ്ജം പങ്കിട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ പുല്ല് വന്നിട്ടുണ്ടെങ്കിൽ പുല്ല് ചെടിക്ക് കൊടുക്കുന്ന വളത്തിൻ്റെ മാക്സിമം കൊണ്ടുപോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതായ വളങ്ങൾ ഒന്നും തന്നെ ഉറവിക്കൂടെ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മാക്സിമം വളം ചെടിക്ക് സ്വീകരിക്കാനും അതേപോലെ ജലാശയങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കാനും ഈ ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇല്ല, പുല്ലുകളൊന്നും തന്നെ ഷീറ്റിട്ട ഭാഗത്ത് പുല്ല് മുളക്കില്ല. പിന്നെ മറ്റൊരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീടനാശിനി പ്രയോഗിച്ചാൽ ഷീറ്റിട്ടതിന് ശേഷം ഒരു കീടനാശിനി പ്രയോഗിക്കുകയാണെങ്കിൽ മണ്ണിൽ പതിക്കുന്ന കീടനാശിനി ഷീറ്റിൻ്റെ മുകളിൽ വീഴുന്നത് അത് ബാഷ്പീകരിച്ചു മണ്ണിലൂടെയാണ് ചെടികളുടെ കോശങ്ങളിൽ കീടനാശിനി വിഷം എത്തുന്നത്. അപ്പോൾ ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അംശം വിഷം കുറയാണ്. ഇതാണ് ഷീറ്റിനുള്ള ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ സാർ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒട്ടേറെ പുതിയ കൃഷി രീതികളെ കുറിച്ച് പഠിക്കുകയും അത് ഇപ്പോൾ ജീവിതത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പുതിയ കൃഷി രീതികൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്? എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രധാന ഘടകം അറിവുകൾ. അതായത് ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് സ്വന്തമായി പൈസ ചിലവാക്കി മറ്റുള്ളവരെ എത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൃഷി ഞങ്ങളുടെ മാളയിലെ കൃഷി ഇത്ര വലുതായതും. ഇപ്പോൾ എൻ്റെ ഓരോ കൃഷികളിലെ വിളവുകളുടെ വിപണനം, ഉദാഹരണത്തിന് ഇപ്പോൾ നേന്ത്രക്കായ ഞാൻ 8,000-10,000 വാഴ വരെ വെച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും വാഴ വയ്ക്കുന്നു. അപ്പോൾ കച്ചവടക്കാർ ഇതറിഞ്ഞ് ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് അവർ കായ നേരിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനും അതേപോലെ തന്നെ വിപണന സാധ്യതകളും കൂടുതലുണ്ട്. ഇപ്പോൾ ജോസഫേട്ടൻ്റെ കൃഷിയിടത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വളരെ കൃത്യമായ അളവിലും ഒതുക്കത്തിലുമാണ് എല്ലാ കൃഷികളും ചെയ്തു വന്നിരിക്കുന്നത്. എന്താണ് അതിന് പിന്നിലുള്ള ഒരു? അതായത് ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അതായത് എൻ്റെ കൃഷിയുടെ വിജയം കൂടിയാണ് ഒരു പട്ടാള ഡിസിപ്ലിൻ. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൃഷിയിടത്തിലും ആ ഡിസിപ്ലിനോട് കൂടിയാണ്. അതായത് കൊടുക്കേണ്ടതായ സമയത്ത് വളം, സമയങ്ങളിൽ അതേപോലെ തന്നെ വെള്ളം, അതേപോലെ തന്നെ എല്ലാ പരിചരണവും അതിന് കൃത്യം ടൈം ടേബിൾ. അതുകൊണ്ട് തന്നെ ഞാൻ റിലേ കൃഷിയിൽ ഒരു കാർഷിക കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് അടുക്കും ചിട്ടയ്ക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തോട്ടത്തിൽ കൃത്യമായ വിളവും നല്ല രീതിയിലുള്ള വിളവും നല്ല ഫലം കിട്ടുന്നത്. അപ്പോൾ ഈ പട്ടാള ജീവിതത്തിൽ നിന്ന് മാറി ഇപ്പോൾ എത്ര വർഷമായി കൃഷിയിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങാൻ തുടങ്ങി? പട്ടാളത്തിൽ നിന്ന് 1993 നാട്ടിൽ തിരിച്ചെത്തി വെറ്റില കൃഷിയിൽ തുടങ്ങി. ഇപ്പോൾ 21 വർഷത്തിലെത്തി. ഇപ്പോൾ ഈ 21 വർഷത്തിനിടയിൽ പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, നെല്ല്, വാഴ, പട്ടുനൂല്, കോഴി, വെറ്റില. പക്ഷേ ആദ്യം ആരംഭിച്ചതായ 3 കൃഷികൾ, അതായത് വെറ്റിലയും പട്ടുനൂലും കോഴിയും, അത് ഇന്ന് ഇല്ല. ബാക്കി എല്ലാ കൃഷികളും ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അതിന് പുറമെ ഇന്നിപ്പോൾ ഹൈടെക് കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് 30 ഏക്കറിലും പിന്നെ ഒരു 10 സെൻറ്റ് സ്ഥലത്ത് പോളി ഹൗസും കൃഷി ചെയ്യുന്നു. എൻ്റെ വൈഫ് ഒരു ഹെഡ് നേഴ്സാണ്, ഇപ്പോൾ ചാലക്കുടിയിൽ സർവീസ് ചെയ്യുന്നു. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഞാൻ കൃഷി ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ അടുത്ത അവസരം വരേക്കും വൈഫാണ് പണിക്കാർക്ക് വേണ്ടതായ ഭക്ഷണങ്ങൾ പാകം ചെയ്തിട്ടാണ് അവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെ എന്നെ സഹായിക്കുന്നതിന് തുല്യമാണ്. പിന്നെ അവർ വീട്ടിൽ ഒരുപാട് ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ മൂത്ത മകൻ ചില സമയങ്ങളിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നു. താഴെയുള്ളവന് അക്വേറിയം, ഫിഷ് ഒക്കെ വളർത്തുന്നു പറഞ്ഞിട്ടാണ് അവൻ ഇപ്പം ഇന്ന് തോട്ടത്തിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അതെ, താഴെയുള്ളവൻ ഇപ്പോൾ പറയുന്നത് അവനും ഒരു മീൻകാരനാവണമെന്നാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് 3 തരം വിത്ത് കിട്ടി. തക്കാളി, കുമ്പളം, വെണ്ട. ഇത് 3ഉം കുത്തിയിട്ട് എനിക്ക് വെണ്ടയ്ക്കും എല്ലാം ഉണ്ടായി. പക്ഷേ അന്ന് ചെറുപ്പക്കാരായ പിള്ളേർക്ക് ചെസ്റ്റ് വിരിക്കുക, മസിലുണ്ടാക്കുക എന്നുള്ളൊരു ഹാരമായിരുന്നു. ഇന്ന് അരക്കി താഴെ പാൻറ്റ് എഴുകി പോകുന്ന സ്റ്റൈലാണെങ്കിൽ അന്ന് ചെസ്റ്റും മസിലും എന്നുള്ളൊരു ഇതായിരുന്നു. അന്ന് എനിക്കും അതങ്ങനെ ആവശ്യമായിരുന്നു. അപ്പോൾ ഞാനന്നൊക്കെ വെണ്ടക്കായ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പച്ച തിന്നും. അതേപോലെ നേന്ത്രപ്പഴം നിന്ന് മസിൽ വിരിപ്പിക്കാൻ നോക്കും. പക്ഷേ ആ വെണ്ടയോടുള്ള ഒരു പ്രേമം ഇന്നും എൻ്റെ തോട്ടത്തിൽ, അതായത് എനിക്ക് വെണ്ടയോട് എല്ലാ സമയത്തും വെണ്ട കൃഷി എന്നുള്ള ഒരു ആശയമാണ്. ഇപ്പോൾ ഞാൻ 1.5 ഏക്കർ സ്ഥലത്ത് തന്നെ വെണ്ട കുത്തി ഇപ്പോൾ മുളച്ച് വരുന്നു. പിന്നെ ഈ കാണുന്ന തോട്ടങ്ങളിലും ഒരു ജൂൺ മാസം ആകുമ്പോഴേക്കും ഇതിൻ്റെ മാക്സിമം സ്ഥലത്തും വെണ്ട കൃഷിയായിരിക്കും. പിന്നെ ഇന്ന് ഉള്ള ആധുനിക ഇതിലുള്ള കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ഇപ്പോൾ താല്പര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഹൈടെക് രീതിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വിളവുകൾ കണ്ടിട്ട് തന്നെ ഞങ്ങളുടെ ഈ നാട്ടിൽ കഴിഞ്ഞ വർഷം 10 സ്കൂൾ കുട്ടികൾ
എല്ലാം 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ അവർ സ്വയമായിട്ട് കൃഷി ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അവർക്ക് ഞാൻ 20 സെൻറ്റ് സ്ഥലത്ത് അവരെ കൊണ്ട് വെള്ളരി കൃഷി ചെയ്യിച്ചു. അവർക്ക് സ്കൂൾ വെക്കേഷൻ സമയത്ത് അത് റോഡ് സൈഡിൽ വെച്ച് അവർ വിറ്റ് അവർക്ക് 10,000 രൂപ ലാഭം ഉണ്ടായി. ഈ വർഷം അവർ നെൽകൃഷി പോലും ചെയ്തു. അതേ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിൻ്റെ സമഗ്ര പച്ചക്കറി വികസനത്തിനുള്ള ഏറ്റവും നല്ല ക്ലസ്റ്ററിനുള്ള അവാർഡ് ഞാൻ കൺവീനറായ ഞങ്ങളുടെ കോൾക്കുന്ന് ഹരിത സംഘത്തിനാണ് കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു റിലേ കൃഷി എന്ന ആശയം കൊണ്ടുവന്നത് ജോസഫേട്ടനാണ്. അതുപോലെ ഇനി അടുത്ത ഒരു കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ് കൃഷിയെക്കുറിച്ച്? അതായത് എനിക്ക് പറയാനുള്ളത്, അതായത് ഒരു കാർഷിക മേഖല രക്ഷപ്പെടണമെങ്കിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് വിത്ത് മൾച്ചിങ്ങിലൂടെ നമ്മൾക്ക് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റും, ഹരിത വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റും. MS സ്വാമിനാഥൻ സാർ എന്ന ഒരു ഹരിത വിപ്ലവം സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഇനി പച്ചക്കറി ക്ഷാമം നമുക്ക് തമിഴ്നാട് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ നമ്മൾക്ക് വലിയൊരു അളവിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇനി വരുന്ന മാസങ്ങളിൽ വേനലിൻ്റെ ചൂട് കടുത്തതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇവിടെ നാനാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? അതിന് എന്തെല്ലാം പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത്? അതായത് പദ്ധതി എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഓപ്പൺ പ്രിസിഷൻ, അതായത് തുള്ളി നന തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് 19 ഏക്കർ സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ തുടർച്ചയായിട്ട് വേനൽക്കാലത്ത് ഞങ്ങൾ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ തുള്ളി നനയ്ക്ക് മുമ്പ് ഞങ്ങൾ 5 ഏക്കർ സ്ഥലത്ത് 2 ജലസ്രോതസ്സാണ് ഇവിടെ ഉള്ളത്. ആ 2 ജലസ്രോതസ് ഉപയോഗിച്ച് നനച്ചിട്ട് 5 ഏക്കർ സ്ഥലം മുഴുവൻ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റിയില്ല. ആ സ്ഥാനത്ത് പറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് ആ സോഴ്സ് ഉപയോഗിച്ച് ഞങ്ങൾ 19 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വെള്ളപ്പോൾ ബാക്കിയാണ് ഞങ്ങൾക്ക്. ഇവിടെ ട്രെയിനിങ് നടക്കുന്നത് RATTC എറണാകുളത്തിൻ്റെ ഒരു ഫീൽഡ് സ്കൂളാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അവർക്ക് ട്രെയിനിങ് നടക്കുന്നുണ്ട്. പിന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും അതേപോലെ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ബുധൻ ശനി എന്നീ ദിവസങ്ങളിൽ ഫാർമേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടതായ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിനെ പറ്റിയും പിന്നെ കൃഷിയിലെ കീടനിയന്ത്രണം ഇതിനെ പറ്റിയും ഇവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. റിലേ കൃഷി എന്താണെന്ന് വിശദമായി പറഞ്ഞു തന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഞങ്ങളും പ്രാക്ടിക്കൽ ക്ലാസ്സിനായി കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി. മാത്യൂസ് എന്നുള്ള പേര് 81 വയസ്സ്. അദ്ദേഹം ഇവിടുത്തെ ഉടലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോട് ഞാൻ ഈ മൾച്ച് ചെയ്തിട്ട് വാഴ നന്നാമത്തെ കാറ്റി പറ്റി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്ന് ഈ വാഴ കടക്കി ഇങ്ങനെ നോക്കി. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് എൻ്റെ കഴുത്തിൽ വിളിച്ചു, ഞെക്കിയപ്പോൾ എൻ്റെ കണ്ണ് തൊട്ട് ശ്വാസം മുട്ടി. അപ്പോൾ അദ്ദേഹം കഴുത്തിൽ വിട്ടപ്പോൾ എൻ്റെ ശ്വാസം വന്ന് നേരെയായി, കണ്ണ് ശരിയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ എന്താ പറ്റുന്ന ഇനി ഇങ്ങനെ ഹോളുണ്ടാക്കി അതിൽ വാഴ വെച്ചു. വാഴ വികസിക്കുന്നതനുസരിച്ച് ഷീറ്റ് പൊഴിയില്ല. അപ്പോൾ വാഴ വെക്കുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് റൗണ്ടിലടിക്കരുത്, ഇങ്ങനെ ഒരു കുരിശ് വെച്ചിടാം. അപ്പോൾ കീടങ്ങൾക്ക് ഇതിൽ സുരക്ഷിതമായി ഇരിക്കാനായിട്ട് എന്തൊരു ഇരിപ്പുണ്ടെങ്കിൽ അവർ സുരക്ഷിതമായി ഇരിക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ട് 15 ദിവസമായി. ഇനിയിപ്പോൾ ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നും നാളെയായിട്ട് ഈ ഹോളുകളുണ്ടല്ല കംപ്ലീറ്റ് ഇങ്ങനെ അടച്ചു കളയും. അത് നേരത്തെ ചോദിച്ചതിന് ഉത്തരവാണ്, കീടങ്ങൾ ഒളിച്ചിരിക്കായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയാണ് കീടങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റും? ഇത് എല്ലാം കവർ ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും ഒരു ഇപ്പഴം നല്ല സുരക്ഷിതമായ താവളം ഉണ്ടായാലും മാത്രമേ അവിടെ എല്ലാവരും ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് ഇത് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് മണ്ണ് കൂട്ടി ഇനി ഇതിനകത്തേക്ക് എവിടെ കീടം കയറും. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ആ ഒരു റിലേ കൃഷി അവസാനിക്കുന്ന അവസാന ഘട്ടത്തിൽ നവംബറിൽ എത്തുമ്പോഴും ഈ മണ്ണ് ഈ രീതി തന്നെ ആയിരിക്കും, ഒരിക്കലും കട്ടാവില്ല. പണ്ട് മൂരിനെ പൂട്ടില്ലേ, ഒരു മൂരി അതിൻ്റെ പിന്നിൽ വേറെ മൂരി ഇങ്ങനെയാണ് ഇവിടെ ചെല്ലുന്നത്. ട്രാക്ടറും ട്രോളിയും കൂടി ചെല്ലാം. ട്രോളിയിലേക്ക് അൺലോഡ് ചെയ്തു നേരിട്ട് പോകണത് പഠിക്കാന്നറിയോ? നമ്മളുടെ അവിടെയൊക്കെ വീട്ടിലേക്ക് വരും. അവിടെ നേരെ പോണത് അവരുടെ ഗോഡൗണിലേക്ക്. അതായത് അവർക്ക് 30 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ കഥ ഉണ്ട്. ഇപ്പം എത്രയോ മാത്രം ആധുനീകരിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അന്ന് ഞാനൊക്കെ അത് പട്ടാള ക്യാമ്പിൽ നിന്ന് പുറത്ത് ഞങ്ങൾക്ക് പോകാൻ പാടില്ല. പക്ഷെ ഞാൻ സൂത്രത്തിൽ കൂടെ പുറത്ത് കിടന്നു എന്നിട്ട് പോയി കാണാറുണ്ട്. അത്ര ഇതായിരുന്നു. ആരോട് ശിക്ഷ കർത്താവിനെ ഒറ്റി കൊടുത്ത് കർത്താവ് മരിക്കണമെങ്കിൽ അവൻ മരിച്ചു. അത് കഴിഞ്ഞ് കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു.
എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 10 ശിഷ്യന്മാർ ഒന്നിച്ച് നിൽക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു. 11-ാം ഇല്ലായിരുന്നു. 11-ാമാണ് തോമാസ് ലീഗ. അദ്ദേഹം അബ്സെൻ്റായിരുന്നു. വന്നപ്പോൾ പറഞ്ഞ ഇങ്ങനെ കർത്താവ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തോമനോട് പ്രത്യേകിച്ച് തോമൊന്നും കണ്ട് വിശ്വസിച്ച് കേട്ടിട്ടില്ല. പറഞ്ഞേ നിങ്ങൾ വെടി കളിക്കണതാ. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേ കർത്താവ് ഒറ്റയ്ക്ക് തോമാസ് ലീഗിനെ പ്രത്യക്ഷപ്പെട്ടു. തോമാസ് ലീഗ പേടിച്ചു കിടച്ചിങ്ങനെ. കേരളത്തിൽ ദിനം പ്രതി കൃഷിയിടം കുറഞ്ഞു വരികയാണ്. അതേപോലെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട് തൊഴിലാളികൾ കിട്ടാനില്ല. ഈ കാർഷിക മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും പ്രതിസന്ധികൾ തൊഴിലാളികൾ ഉണ്ടെങ്കിലും കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് പ്രശ്നം തന്നെയാണ്. അതുപോലെ മണ്ണിൽ രാസവളവും കീടനാശിനി ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞതുകൊണ്ട് കർഷകർക്ക് കൃഷി ചെയ്യുമ്പോൾ അതിന് വേണ്ടത്ര വിളവ് കിട്ടാതെ വരികയും കർഷകന് മെച്ചമില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ കർഷകർ കൃഷിയിടം വിട്ടു പോകണം, കൃഷി ചെയ്യാതെ പോകണം. അപ്പോൾ ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതായത് കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാം, തൊഴിലാളി ക്ഷാമം കുറച്ച് എങ്ങനെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തി ആദായം കൂട്ടാമെന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു റിലേ കൃഷി ആവിഷ്കരിച്ചത്. കാർഷിക കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഭക്ഷ്യക്ഷാമം. അതുപോലെ തന്നെ തൊഴിലാളികളെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി. എന്നാൽ ഇതിനെയെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ജോസഫേട്ടന്റെ റിലേ കൃഷിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിച്ചു. ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിലേക്ക് ഇത്രയും അധികം നേരം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശാസ്ത്രീയ തൊഴുത്ത് നിർമ്മാണത്തിന് ധനസഹായം. സംസ്ഥാനത്ത് ആട് വളർത്തൽ പദ്ധതിയുടെ ഉപഗ്രഹ യൂണിറ്റുകൾ. ഉദ്യാനവിളകൾക്കും സുഗന്ധവിളകൾക്കും നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. കുറഞ്ഞത് 5 പശുക്കളെ വളർത്തുന്ന കർഷകർക്ക് ശാസ്ത്രീയ തൊഴുത്ത് നിർമ്മാണത്തിന് മൃഗസംരക്ഷണ വകുപ്പ് 60,000 രൂപയുടെ നിർമ്മാണ ചെലവ് ധനസഹായം നൽകുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് തൊഴുത്ത് നിർമ്മാണം സാധ്യമാക്കാം. സംസ്ഥാനത്ത് 6000 തൊഴുത്തുകൾക്ക് ഈ ഇനത്തിൽ ധനസഹായം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കുഴൽ കിണർ കുഴിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. കുടിവെള്ളത്തിനും ജലസേചനത്തിനും വേണ്ടി കിണർ കുഴിക്കുന്നതിന് അപേക്ഷിക്കാം. കാർഷിക ആവശ്യത്തിനുള്ള അപേക്ഷ കൃഷിഭവൻ മുഖാന്തരം സമർപ്പിച്ചാൽ ചെലവിന്റെ 50% കർഷകർ നൽകിയാൽ മതിയാകും. ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ കുഴിക്കുന്ന കിണറുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ വെള്ളം വറ്റിപ്പോകുന്ന പക്ഷം ഉടമസ്ഥന് മുടക്കുമുതലിന്റെ 75% തുക ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് തിരികെ നൽകും. ആവശ്യക്കാർ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 430 279. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ വീട്ടുവളപ്പിൽ വളർത്താവുന്ന പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും അവയുടെ ആവശ്യകത, പരിസ്ഥിതി സൗഹൃദ വിളപരിപാലന രീതികൾ എന്നിവയും ഉൾപ്പെടുത്തി വീട്ടിലൊരു പോഷകത്തോട്ടം എന്ന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479 2 449 268. മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്ത് ആട് വളർത്തലിന് ഉപഗ്രഹ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നു. 5 പെണ്ണാടും 1 ആണാടും അടങ്ങിയ 500 യൂണിറ്റുകൾ നടപ്പിലാക്കും. ഒരു യൂണിറ്റിന് 25,000 രൂപ സഹായം നൽകും. യൂണിറ്റുകൾ നിലവിൽ വരുന്നതോടെ പ്രതിവർഷം 6000 ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് കണക്കാക്കുന്നു. സംസ്ഥാനത്ത് ആടുകളുടെ ദൗർലഭ്യവും ആട്ടിറച്ചിയുടെയും പാലിന്റെയും ഉയർന്ന വിലയും കണക്കിലെടുത്താണ് ആട് വളർത്തൽ പദ്ധതിയുടെ ഉപഗ്രഹ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നത്. കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ള വീട്ടമ്മമാർക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും.
മലമ്പുഴയിലുള്ള കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് പാലക്കാടിലുള്ള കർഷകർക്ക് കാർഷിക യന്ത്രങ്ങളും ട്രാക്ടറും വാടകയ്ക്ക് ലഭിക്കും. ആവശ്യമുള്ള കർഷകർക്ക് ഓപ്പറേറ്റർമാരുടെ സേവനവും ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0491 2 816 028. നെല്ലിലെ കുമിൾ രോഗങ്ങൾ അകറ്റാൻ സ്യൂഡോമോണസിനേക്കാൾ ട്രൈക്കോഡെർമയാണ് ഫലപ്രദമായ ബയോ കൺട്രോൾ ഏജന്റ് എന്ന് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം. ഇതിനായി നടത്തിയ കൃഷിയുടെ പരീക്ഷണത്തിൽ കുമിൾ രോഗത്തെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0494 2 687 640. ഉദ്യാനവിളകൾ, സുഗന്ധവിളകൾ, ഔഷധങ്ങൾ തുടങ്ങിയവയുടെ കൃഷി, വിത്തുൽപാദനം, നഴ്സറി നിർമ്മാണം, ടിഷ്യൂ കൾച്ചർ, ലാബ് നിർമ്മാണം, സംയോജിത കൃഷി എന്നിവയ്ക്ക് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് സഹായങ്ങൾ നൽകുന്നു. ഇവ കൂടാതെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, കൂൺ കൃഷി എന്നിവയ്ക്കും സഹായം ലഭിക്കും. പദ്ധതി സഹായം വായ്പാധിഷ്ഠിതമാണ്. ചെലവിൻ്റെ 20% സബ്സിഡിയായി നൽകും. താൽപ്പര്യമുള്ളവർക്ക് തിരുവനന്തപുരത്ത് വഴുതക്കാട് പ്രവർത്തിക്കുന്ന നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ബോർഡിന്റെ ഓഫീസുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 337 578. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നും 4 മാസം പ്രായമായ ടർക്കി കോഴികളെ ഒന്നിന് 378 രൂപ നിരക്കിൽ ഈ മാസം 22-ാം തീയതി രാവിലെ 11 മണിക്ക് ലഭിക്കും. ആവശ്യമുള്ള കർഷകർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഫോൺ നമ്പർ 0479 2 452 277. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിൻ്റലിന് 15,700 രൂപ, കോഴിക്കോട് 16,100, തൃശൂർ 15,850. കൊപ്ര കൊച്ചി 11,100, കോഴിക്കോട് 10,600, തൃശൂർ 10,785. കുരുമുളക് അൺഗാർബിൾഡ് 71,000, ഗാർബിൾഡ് 73,000, ചുക്ക് മീഡിയം 35,000, ബെസ്റ്റ് 36,500. മഞ്ഞൾ സേലം 7,400, ഈറോഡിൽ 8,100. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 വരെ. കൊച്ചി റബ്ബർ RSS 5 ക്വിൻ്റലിന് 13,900, റബ്ബർ RSS 4 14,200. കോട്ടയം റബ്ബർ RSS 5 13,900, റബ്ബർ RSS 4 14,200. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 15,700 രൂപ, മെയ് അവധി 15,170, ജൂൺ അവധി 13,610, ജൂലൈ അവധി 13,200. കൊപ്ര 11,100, പിണ്ണാക്ക് എക്സ്പെല്ല് 2,850, റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 71,000, ഗാർബിൾഡ് 73,000, ചുക്ക് മീഡിയം 35,000, ബെസ്റ്റ് 36,500. മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000 മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 300 രൂപ മുതൽ 325 രൂപ വരെ, തൊണ്ടില്ലാത്തത് 550 മുതൽ 620 വരെ. ജാതിപത്രി 850 മുതൽ 900 വരെ, ഗ്രാമ്പു 950 മുതൽ 1,145 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 13,900, റബ്ബർ RSS 4 14,200, ഒട്ടുപാൽ 10,100, ലാറ്റക്സ് 10,800. കമ്പോള അവലോകനം. കർഷകരും സ്റ്റോക്കിസ്റ്റുകളും കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറക്കാൻ താൽപ്പര്യം കാണിച്ചത് വില നിലവാരം ചെറിയ തോതിൽ താഴാൻ ഇടയാക്കി. കൂർഗിൽ നിന്നുള്ള ചരക്കും വിൽപ്പനയ്ക്ക് എത്തിയത് കണ്ട് അന്തർ സംസ്ഥാന വ്യാപാരികൾ മുളക് സംഭരണം കുറച്ചു. വിദേശ അന്വേഷണങ്ങൾ കുറവാണ്. ഗാർബിൾഡ് കുരുമുളക് 73,000 രൂപയിലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. കൊച്ചി, കോട്ടയം വിപണികളിലേക്കുള്ള റബ്ബർ ഷീറ്റിൻ്റെയും ലാറ്റക്സിൻ്റെയും വരവ് ചുരുങ്ങിയത് കമ്പനി സപ്ലയർമാരിൽ ആശങ്ക ഉളവാക്കി. മികച്ച ഇനം ഷീറ്റ് വില 100 രൂപ ഉയർന്ന് 14,200-ലാണ്. ലാറ്റക്സ് കിലോ 108 രൂപയിൽ കൈമാറി. വിദേശ റബ്ബർ മാർക്കറ്റുകൾ നേട്ടത്തിലാണ്. ഉൽപ്പാദകർ നാളികേരവും കൊപ്രയും വിപണിയിലേക്ക് നീക്കിയത് മുൻനിർത്തി സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ മില്ലുകാരും രംഗത്തിറങ്ങി. എന്നാൽ സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ എണ്ണവില സ്റ്റഡിയായി നിലകൊണ്ടു.
കയറ്റുമതി മേഖലയിൽ നിന്ന് ഏലക്കയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞത് വിലയെ ചെറിയ അളവിൽ സ്വാധീനിച്ചു. കുമളിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം കിലോ 1054 രൂപയിലും ശരാശരി ഇനങ്ങൾ 830 രൂപയിലുമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 27.2. കൊച്ചി 33.8, 25. ആലപ്പുഴ 33.2, 26.5. പുനലൂർ 34.6, 23.5. തിരുവനന്തപുരം 33.4 ഡിഗ്രി സെൽഷ്യസ്, 26.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.